നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. വാടനപ്പള്ളിയിൽ കച്ചവട സ്ഥാപനത്തിന്റെ മറവിൽ അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയെന്നാരോപിച്ച് വാടനപ്പള്ളി എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി വെറുതെ വിട്ടു. മദ്യം കൈവശം വെച്ച ആവശ്യക്കാർക്ക് ചില്ലറ വിൽപ്പന നടത്തിയെന്നാരോപിച്ച് ഏങ്ങണ്ടിയൂർ സ്വദേശിക്ക് എതിരെയാണ് കേസെടുത്തിരുന്നത്. നാട്ടിക പഞ്ചായത്തിലെ മികച്ച കാർഷിക കൂട്ടമായി തിരഞ്ഞെടുത്ത നാട്ടിക 4-ാം വാർഡിലെ ഗ്രീൻ ഗാർഡൻ കർഷക കൂട്ടത്തിലെ കർഷകരെ കോൺഗ്രസ് നാട്ടിക 4-ാം വാർഡ് കമ്മിറ്റി ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ പി വിനു കർഷകരെ ഷാൾ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 4-ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷയായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ്, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, പ്രസാദ് വെള്ളാഞ്ചേരി, രഘുനാഥ് നായരുശ്ശേരി, റാണി പുഷ്പാങ്കദൻ, ജയരാമൻ അണ്ടേഴത്ത്, കെ ആർ സരള എന്നിവർ പങ്കെടുത്തു. മികച്ച കർഷക കൂട്ടമായ ഗ്രീൻ ഗാർഡനിലെ സരോജിനി പേരോത്ത്, രമണി കൃഷ്ണൻ, ബിന്ദു ബോസ്, ഗീതാഞ്ജലി തറപ്പറമ്പിൽ, പ്രമീള പൂക്കാട്ട് എന്നിവരെയാണ് ആദരിച്ചത്. കർഷക ദിനത്തിൽ ഏറ്റവും നല്ല കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡിന് തിരഞ്ഞെടുത്ത നമ്മുടെ നാട്ടിക 4-ാം വാർഡിലെ സഹോദരിമാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം പലരും പകുതിയിൽ നിർത്തി പോവുകയാണ്. പക്ഷെ ഇവർ അതിൻ്റെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ 4-ാം വാർഡിൽ കുറച്ച് സ്ഥലം അവർ തിരഞ്ഞെടുത്തും കൊണ്ട് കരനെൽ കൃഷിയാണ് അതിനുവേണ്ടി അവർ നടത്തുന്നത്. അവിടെ അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മളെല്ലാവരും, അത് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിസരവാസികളൊക്കെ അവർക്ക് ആ സപ്പോർട്ട് കൊടുത്തെങ്കിലേ അവർക്കത് 100 മേനി വിളവ് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. ധീര വിപ്ലവകാരി മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ വാടനപ്പള്ളിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കെ എസ് ബിനോജ് അധ്യക്ഷനായി. ടി എൽ സന്തോഷ്, പി എൻ പ്രൊവിൻഡ്, ടി ആർ രമേശ്, പി സി അജയൻ, എ എം ഗഫൂർ, എ കെ അശോകൻ, വി പി രഞ്ജിത്ത്, പുഷ്പാങ്കദൻ, ഗീത ടീച്ചർ, പി ഡി ഷാനവാസ്, എം കെ സൽമാൻ എന്നിവർ സംസാരിച്ചു. പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ബാങ്കിന്റെ വലപ്പാടുള്ള ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് വിഷ്ണുദാസ് അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ, ബാങ്ക് ഡയറക്ടർമാരായ എ പി ജയരത്നം, ടി കെ രാജു, ബിന്ദു രാജൻ, ടി വി ചന്ദ്രൻ, എ ജി സുഭാഷ്, ഡയറക്ടർ വി പി ആനന്ദൻ എന്നിവർ സംസാരിച്ചു. നിങ്ങളെല്ലാവരും എ പ്ലസ് വാങ്ങി മിടുക്കരായി വിദ്യാർത്ഥികളായി അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങിക്കുമ്പോഴും നമ്മുടെ മൂല്യബോധത്തിൽ 1% പോലും കുറയാത്ത മക്കളായി വളരണം എന്ന അർത്ഥമുള്ള വാക്കുകളാണ് വിഷയത്തിൽ ഇവിടെ പറഞ്ഞത്. വളരെ അർത്ഥവത്തായ വാക്കുകൾ. കാരണം 100% മാർക്ക് നമ്മൾ വാങ്ങിക്കുമ്പോഴും മൂല്യബോധത്തിൽ നമ്മൾ വളരെ പിറകിലായാൽ ആ മാർക്ക് വാങ്ങിച്ച് വിജയിച്ച് അല്ലെങ്കിൽ ജോലിയിൽ എത്തപ്പെട്ടതുകൊണ്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ വീട്ടുകാർക്കോ രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ ഒരു ഗുണകരമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് 5% മാർക്ക് കുറഞ്ഞാലും മൂല്യബോധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിങ്ങൾ 100 മാർക്കുള്ള മക്കളായി വേണം പറഞ്ഞു. ഇന്ന് ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന സാമൂഹ്യ അന്തരീക്ഷങ്ങൾ സമയമാണ് ഇപ്പോൾ. നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ എങ്ങനെയോ അതിലേക്കോ കണ്ണുകളുടെ ഭാഗമായി ആ സൽസ്വഭാവത്തിൽ നിന്നും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് നല്ലൊരു ഭാവിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വേറൊരു രീതിയിലേക്ക് അവർ വ്യതിചലിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ഭയപ്പാടോടുകൂടി മാത്രമേ രക്ഷിതാക്കൾക്കും സമൂഹത്തിനും യുവതലമുറയെ നോക്കിക്കാണുവാൻ കഴിയുന്നുള്ളൂ. പേടിയാണ് തൻ്റെ മക്കൾ ഒരു ദുസ്വഭാവവും ഇല്ലാത്ത. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ഉദ്ഘാടകൻ അജ്മൽ നമുക്ക് കുറച്ച് നറുക്കെടുക്കും. അടുത്ത മാസത്തെ ആളുകളുടെ നറുക്കെടുക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം തരും. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി റെസ്ലിംഗ് സംസ്ഥാന ചാമ്പ്യനായ അജ്മൽ ചിറപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു.
ശ്രീവത്സൻ അന്തിക്കാട്, സജീവൻ അന്തിക്കാട്, സജീവൻ താനാപാടം, സിന്ധു എം, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് കൊടൈക്കനാൽ സ്വദേശി ജോഷി പള്ളിയാറ, നായരങ്ങാടി സ്വദേശി സുമ ബാബു കൊലയാപറമ്പ്, അന്തിക്കാട് സ്വദേശികളായ ഡാനിയൽ ഫ്രാൻസിസ്, പുഷ്പലത കരുവത്ത് എന്നിവരാണ് ജൂലൈ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. എടത്തിരുത്തി കൊല്ലാറ സെന്ററിന് പടിഞ്ഞാറ് താമസിക്കുന്ന കാരയിൽ പത്മനാഭൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 12 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.